നമസ്കാരം. കളിയും ചിരിയും ഇടകലർന്ന മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ഫോർട്ട് കൊച്ചിയിലെ ചിരട്ടപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ചിരട്ടപ്പാലത്തെ ദിനജ ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചേച്ചി ഇതേ ഇവിടെ നിൽപ്പുണ്ട്. ചേച്ചി ഹായ്, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? എന്താണ് പഴമൊക്കെ കയ്യിലെടുത്തുകൊണ്ട്? ഓക്കെ, നമുക്ക് എന്തായാലും കണ്ടറിയാം. പോവാം. നമസ്കാരം, വെൽക്കം ടു ദി ഷോ. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ദിനജ ചേച്ചി ആരാണ്. ചേച്ചീനെ ഇപ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ചേച്ചി നമ്മുടെ എപ്പിസോഡിൽ വന്നിട്ടുള്ള ആൾ തന്നെയാണ്. പിന്നെ ചേച്ചി തന്നെ പറഞ്ഞു ചേച്ചിക്ക് എന്തോ ഒരു ആഗ്രഹമുണ്ട് ചേച്ചിയുടെ വീട്ടിലേക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഫൺ ഫാമിലി കൊണ്ടുവരണോ എന്നുള്ളത്. ചേച്ചി എന്തായിരുന്നു ആ ഒരു ചേതോ വികാരം? കാരണം ഞാനിത് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. പിന്നെ അമ്മീനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ ഞാൻ ഇൻട്രോ കൊടുത്തു വിചാരിക്കും ഇത് പറഞ്ഞു സത്യമായിട്ടും പറഞ്ഞു പറയിക്കുന്നില്ല, എന്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യമാണ്. പിന്നെ അത് മാത്രല്ല, ഞാൻ എപ്പോഴും എനിക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ ഇത് കണ്ടപ്പോ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോഗ്രാം. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ എന്റെ ഒരു ആഗ്രഹം, ചേട്ടനിട്ട് ഒരു പണിയും കൂടി കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടാ അറിഞ്ഞോ, ഇത് ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നേക്കണം? ചേട്ടനൊരു പണി തരാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയത്. ഞാൻ അറിയില്ല കേട്ടോ, എനിക്കറിയില്ല കേട്ടോ ഇതൊന്നും. ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്നറിയോ, ഞാൻ ചിലപ്പോ മതിലിയാടി ഓടും. ആ ഓക്കെ, ശരി. അപ്പൊ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ വരികയാണ്. ചേച്ചി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെട്ടു. അമ്മ സ്കാനിങ്ങിൽ വർക്ക് ചെയ്യാണ്, മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ചേട്ടനെ ചേച്ചി തന്നെ പരിചയപ്പെടുത്തും. ചേട്ടൻ അരുൺ എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. ആള് പെയിന്റിങ് വർക്കാണ്. പിന്നെന്താണ്, ആളാണ് എന്റെ എല്ലാ സപ്പോർട്ടും. പിന്നെ ഒക്കെ തന്നെ. പിന്നെ ആള് ചേട്ടൻ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണോ? ആണ്. ചേട്ടന്റെ ഇഷ്ടപ്പെട്ട മേഖല ഏതാ? ഞാൻ പിടിച്ച ചേട്ടനിപ്പോ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇഷ്ടപ്പെട്ട മേഖല ഏതാ? ചേട്ടന് ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ ഈ പഴയ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മിനിക്ക് പുരാവസ്തു. ഓ, പുരാവസ്തുലാണോ? ഞാനും ഭയങ്കര ഒരു പുരാവസ്തു. ഞാൻ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചു ചേട്ടാ, കുറെ ഓട്ടുപാത്രങ്ങളും അതും ഇതൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ ചേട്ടൻ എവിടെയെങ്കിലും പറക്കി കൊണ്ടുവന്നാണോ? രണ്ടെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു. ഓണായി സെറ്റ് വരട്ടെ. പിന്നെ ഈ പെട്ടി, പിന്നെ ചെറിയ ചെറിയ വിളക്കൊക്കെ ഞാൻ ഒരു ഭദ്രവാദി കടയിലൊക്കെ നോക്കുമ്പോൾ ഭദ്രവാദി അവിടെ നിന്ന് മേടിച്ചു. ശരി, ഇവിടെ രാമാടപ്പെട്ടിക്ക് ഇരിപ്പുണ്ടല്ലോ. ചേച്ചിയുടെ സ്വർണ്ണങ്ങളൊക്കെ അതിനകത്താണ് ഇട്ട് വെച്ചേക്കുന്നത്. അതെല്ലാം ബാങ്കിലുണ്ട്. ചേട്ടന്റെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് ഇതാണ് ഫീൽഡ്. ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ഇങ്ങനെയുള്ള പുരാവസ്തുക്കളുടെ കടകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വിട്ട് ഈ ഒരു പെയിന്റിംഗിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതൊരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു, ഒരു മെറ്റൽ ബോക്സ് കമ്പനിയിലായിരുന്നു. അത് പാർട്ടിക്കാര് പൂട്ടിച്ച്, അരൂരായിരുന്നു. അത് അവര് യൂണിയൻകാർ വന്നത് പൂട്ടി. അത് കഴിഞ്ഞ് പല പണിക്കും പോയി, ടൈൽസിന് പണിക്ക് പോയി. അപ്പൊ അത് സിമെന്റ് പിടിക്കണില്ല, കാലിലൊക്കെ അലർജി വന്നു. അപ്പോഴാണ് നമ്മൾ കൂട്ടുകാരൻ പറഞ്ഞ പെയിന്റിംഗ് പണിക്ക് വരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പുള്ളിയുടെ കൂടെ കൂടി ഞാനും അയാളും മാത്രമേ ഇപ്പൊ. അത് ശരി. അതെ, ഉദ്ദേശം ഏത് വയസ്സിൽ ജോയിൻ ചെയ്തായിരിക്കും? അതൊരു 25-26 വയസ്സിൽ ജോയിൻ ചെയ്താണ്. ഓക്കെ. എന്നിട്ട് ഇപ്പോഴും അത് ഇപ്പൊ ഒരു സ്വന്തമായ ഒരു കമ്പനിയുടെ മുതലാളിയാണ്. സ്വന്തമായിട്ട് പിടിച്ച് ചെയ്യാൻ. ഓക്കെ. അത് കൂടെ വർക്ക് ചെയ്യാൻ ഒരുപാട് പേരൊക്കെ ഉണ്ടോ? ഞങ്ങൾ രണ്ടുപേരുള്ളൂ. പിന്നെ പുറത്തുനിന്ന് ആൾക്കാരെ പിടിക്കും. മലയാളികളാണോ ബംഗാളികളാണോ? ഇല്ല, മലയാളീസാണ്. മലയാളീസാണ്. അത് അത്ഭുതം തന്നെ. കാരണം സാധാരണ ഇപ്പൊ കുറെ വീടുകളിലും ബിൽഡിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പണിയെടുക്കുന്നത് മൊത്തം ബംഗാളിയാണ്, പെയിന്റ് പണിയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇവരൊക്കെ എങ്ങനെയാണ്? അപ്പൊ ചേട്ടന്റെ കാരണം എന്താണ്? ബംഗാളികളെ പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിയാണ്. ബായ് ഇതറാവോ ഏക് പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശോകമായിരിക്കും, നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ പെയിന്റിംഗ് തൊഴിലാളികളുടെ വേറൊരു പ്രശ്നം ഞാൻ കേട്ടിരിക്കുന്നത്, പണ്ടൊക്കെ ചുമരെഴുത്ത് ഭയങ്കര സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് കുറെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും കാണുന്നില്ല. അതൊക്കെ ആക്ച്വലി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്? നമ്മൾ അതുകൊണ്ട് നടക്കണമല്ലോ. ഈ പാർട്ടി ഓരോ പാർട്ടിക്കാർ വിളിക്കുമ്പോൾ പെയിന്റ് അടിച്ചു കൊടുക്കണം, പിന്നെ മറ്റേ പാർട്ടികൾക്ക് അടിച്ചു കൊടുക്കണം. പിന്നെ അവർക്ക് വഴക്കാവും, ചെന്നില്ല, സമയത്ത് ചെന്നില്ല. അത് കാരണം വിട്ടുകളഞ്ഞു. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് വീടിന്റെ മുകളിലുള്ള ചുമരിലാണ്. പക്ഷെ ഇതേപോലെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ? ഈ പാർട്ടിക്ക് വേണ്ടിട്ട് മതിലി അടിക്കാൻ പോലും, മതിൽ അടിച്ചു കൊടുക്കാൻ പറയും, വെള്ളം അടിച്ചു കൊടുക്കാൻ പറയും. അപ്പൊ കുറെ പേർക്ക് അടിച്ചു കൊടുക്കും, രാത്രി പോയി അടിക്കണമല്ലോ. ചില ആൾക്കാർ വഴക്ക് പറയും. ഓടിച്ചു വിട്ടിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മളത് ആ പാർട്ടി സ്പിരിറ്റിൽ എതിർ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? അവർക്കും ചെയ്തിട്ടുണ്ട്. ജീവിക്കണമെങ്കിൽ കാശ് വേണം, വേറൊരു പരിപാടിയില്ല. ചേച്ചി, ഇവിടെ നിങ്ങളെ കൂടാതെ മക്കൾ? ഞങ്ങൾക്കൊരു മോളാണുള്ളത്, പാർവണ. 10th പഠിക്കുന്നു. സെന്റ് മേരീസ് സ്കൂളിലാണ് പഠിക്കുന്നത്, ഫോർട്ട് കൊച്ചി.
അപ്പോൾ ആളിന്ന് സ്കൂളിൽ പോയിരിക്കുകയാണ്. ശരി, അയാൾക്ക് ആളോട് പറഞ്ഞായിരുന്നോ ഞങ്ങൾ വരുമെന്നുള്ളത്? പറഞ്ഞിരുന്നു, പക്ഷെ ഇന്നൊരു എക്സാം ഉള്ളതുകൊണ്ട് ആൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല. സോ സാർ, എന്തായാലും അടുത്ത പ്രാവശ്യം ഇതേപോലെ ഇനി വേറെ ഏതെങ്കിലും ചേച്ചി സജസ്റ്റ് ചെയ്താൽ നമുക്ക് ആർക്കെങ്കിലും പണി കൊടുക്കാനായിട്ട്, അപ്പൊ നമുക്ക് അവരെ വീട്ടിൽ പോയിട്ട് പണി കൊടുക്കുമ്പോൾ നമുക്ക് ആളെ പരിചയപ്പെടാം. ഓക്കെ ചേട്ടാ, അപ്പൊ ഞങ്ങളോട് വന്നേക്കുന്നത് എന്തിനാന്ന് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ. ചേട്ടൻ ഒരു ചെറിയ ടാസ്ക് തരാനാണ്. ആ ടാസ്ക് തീരുമാനിക്കുന്നത് ഞങ്ങളല്ല, സ്വന്തം പ്രിയതമയായ ഭാര്യ തന്നെയാണ്. ചേച്ചി എന്ത് പണി കൊടുക്കാം? ഞാനേ എപ്പോഴും പഴംപൊരി ഉണ്ടാക്കുമ്പോ കുറ്റം പറയുവാള്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. വളരെ മോശം. അതെനിക്ക് എപ്പോഴും എന്താ പറയാ ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോ പഴംപൊരി ഒന്ന് ഉണ്ടാക്കി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. പഴംപൊരി ഉണ്ടാക്കാൻ അറിയോ ചേട്ടന്? പഴംപൊരി കഴിക്കാൻ ഇഷ്ടമാണോ? എന്തെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. അത് ചേട്ടൻ അവിടെ സ്കോർ ചെയ്തിട്ട് ചേട്ടൻ പറ, പിന്നെ എന്റെ ഭാര്യ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം അവൾക്ക്, അതല്ലേ ഇപ്പൊ മൈൻഡിലുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതൊക്കെ അറിയാമോ? വേണമെങ്കിൽ ഒരു നോക്ക് ചില ഒരു വാക്ക് ചോദിക്കാം. ഇപ്പോഴേ അവസരം കിട്ടും. ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. വൈഫിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇത് തെളിയിച്ച് കാണിക്കുകയും ചെയ്യും. ഓക്കെ ചേച്ചി, അപ്പൊ ഞങ്ങൾ ഞാനൊന്ന് കാണട്ടെ. സെറ്റ്. ഇന്ന് നല്ലൊരു കുടുംബം കലക്കിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. സെറ്റ്. അപ്പൊ ചേട്ടാ നമുക്ക് പോവാം. ഞാൻ വളരെ രസമായിട്ടുള്ള ഒരു മൊമെന്റിന് സാക്ഷ്യം വഹിച്ചേ. ഇവിടുന്ന് നേരത്തെ ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചു പോയ ഒരാൾ ചേച്ചിയുടെ അടുത്ത് പോയി പറയാണ്, ദിനേശ് എടി ഏത് മാവാ ഒന്ന് പറഞ്ഞാന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, നിങ്ങളോടല്ലേ ചോദിച്ചത്, അപ്പൊ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാലെന്ന് പറഞ്ഞ് ആട്ടി വിട്ട് സന്തോഷത്തോടു കൂടി വന്നിരിക്കുകയാണ് ചേട്ടൻ. വിഷമമുണ്ടോ? ചെറിയ വിഷമം. സാരമില്ല, ഇതൊക്കെ ഒരു പഠിത്തമല്ലേ. എന്താണ് ഇപ്പൊ പ്ലാൻ? ഒരു പഴംപൊരി ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കും? അത് മൈദ കലക്കി അതിനകത്ത് പഞ്ചസാര ഇട്ട് പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി ഇടണം. പാത്രത്തിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചെയ്യുമ്പോൾ എടുക്കണം. നേരത്തെ വെല്ലു വിളിച്ച് വന്നേക്കണ നമ്മുടെ മാനം കാക്കണം. റെഡി അല്ലേ? അപ്പൊ എവിടെ നിന്ന് നമുക്ക് തുടങ്ങണം? ആദ്യം നമുക്ക് മൈദ എടുക്കാം. നമ്മുടെ സാധനമാണല്ലോ മൈ ചോയ്സിന്റെ മൈദയാണ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ചേട്ടൻ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ വീട്ടിൽ വാങ്ങി വെച്ചേക്കുന്നതായിരുന്നു. അടിപൊളി. അപ്പം നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. അളവൊക്കെ അറിയോ? അറിയാൻ പാടില്ല, ഒരു ഉദ്ദേശത്തിൽ തട്ടണം. ബാക്കി മൈദ വെച്ച് പൊറോട്ടെങ്കിലും ഉണ്ടാക്കാം. മൊത്തം എടുത്തിട്ടുണ്ടല്ല. വെള്ളമെടുത്തു ഒഴിക്കുകയാണ്. മൈദ ഇപ്പോൾ കുറച്ച് മൈദ വെച്ചു ഇട്ടു. അതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോന്നും എവിടൊക്കെയാണെന്ന് നല്ല ധാരണ ഉണ്ട് ചേട്ടന്. ചേട്ടൻ മറ്റേ കിച്ചണിൽ കയറുന്നില്ല എന്നൊക്കെ ചേച്ചി വെറുതെ പറഞ്ഞു. ചേച്ചിയെ പറ്റി കയറുന്നല്ലേ അല്ലേ ഏട്ടാ? ചേട്ടനെ പറ്റി അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നു നാട് മൊത്തം. പിന്നെ ഞാൻ മുട്ടയൊക്കെ ഓർക്കും. അമ്പോ തക്കാളിക്കറി ഉണ്ടാക്കും. അത് ശരി. ഈ തങ്കപ്പെട്ട ചേട്ടനെയാണോ പറ്റി കുറ്റം പറഞ്ഞത്? കൂടിപ്പോയാൽ നമുക്ക് ഐഡിയ ഉണ്ട്. ഇത് പഞ്ചാബി സ്റ്റൈൽ പഴംപൊരി എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെയാ. സത്യം പറ, ചേട്ടൻ മുന്നേ ഉണ്ടാക്കിയിട്ടില്ലേ പഴംപൊരി? ഉണ്ടാക്കിയിട്ടില്ല. ഇത്ര കൃത്യതയോട് കൂടിയിട്ട് എങ്ങനെ ഇവര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടേ. നല്ല നിരീക്ഷണ ബോധമുള്ള ആളാണ്. അയ്യോ, വേറൊരു കാര്യം പറയാനുണ്ടോ എനിക്ക്. വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം ചേട്ടാ, ഈ ഒരു വീട്, അതായത് ചെറിയൊരു സ്ഥലത്ത് 3 നില ബിൽഡിംഗ് വീട് വെച്ചേക്കാണ്. എല്ലാ റൂമിന്റെ സ്പേഷ്യസ് ആണ്, ഹാള് സ്പേഷ്യസ് ആണ്, കിച്ചണും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതൊക്കെ ആരുടെ തലയിൽ ഉദിച്ച ഐഡിയ? പ്ലാൻ വരച്ച് പിന്നെ കുറെ ഐഡിയകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇത് എത്ര സെന്റ് ഉണ്ട് ടോട്ടൽ? 1.5 സെന്റ്. 1.5 സെന്റിലാണ് ഈ വീട് വെച്ചേക്കുന്നത്. ഇത് നല്ലൊരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇതിന്റെ താഴത്തുള്ള നിലയിൽ വാടകയ്ക്ക് കൊടുത്തേക്കാണ് അല്ലേ? അത് വെച്ചിട്ട് ലോൺ അടഞ്ഞു പോകുമായിരിക്കും. യെസ്. എണ്ണയൊക്കെ ഒഴിച്ച് പാൻ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ തുടക്കം തൊട്ട് ഇതുവരെ കണ്ണ് എനിക്ക് ഐ കോണ്ടാക്ട് തന്നിട്ടില്ല. ഫുൾ ടൈം ശ്രദ്ധ ഇതിലായിരുന്നു. ടപ്പ് 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 എന്ന് പറഞ്ഞ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പ്ലേറ്റ് ഒക്കെ ശരിയായി. പ്ലേറ്റ് എന്തിനാ? പൊരിച്ചിടാനാണോ? പഴം മുറിച്ച് വെക്കണ്ടേ? ഓ, ഞാൻ മറന്നുപോയി. ചേച്ചിക്ക് ഉണ്ടോ എന്തെങ്കിലും ഹോബീസ്?
ഹോബീസ് ചേച്ചിക്കുണ്ട്. എന്താണ്? ചേച്ചിക്ക് കുക്കിംഗ് നല്ല ഇഷ്ടമാണ്. അത് ശരി. എന്ത് കറി വേണമെങ്കിലും വെച്ച് തരും. ചേച്ചി നല്ലോണം ഓണാക്ട് ചെയ്യും. എവിടെ ആര് വിളിച്ചാലും റെഡിയാണ്, മടിയില്ല. ഇത്രയും വലിയ കലാകാരിയാണോ ഞാൻ ഫസ്റ്റ് ചാറ്റിൽ മിസ് ചെയ്തത്? കറക്റ്റായിട്ട് പഴംപൊരിക്കുള്ള പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ പീസ് കൊണ്ട് ചേട്ടൻ എന്തായാലും പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ തിന്നട്ടെ. കഴിച്ചോ. അങ്ങനെ ആദ്യത്തെ പീസ് എണ്ണയിൽ ചാടിയിരിക്കുകയാണ്. രണ്ടാമത്തെ പീസ് കട്ടി കൂടുതലുണ്ടെങ്കിൽ പണിയാണ്. ആണോ? എന്തിനാ കട്ടി കൂടുതൽ? പഴത്തിന്. പഴത്തിന്. ഓക്കെ, വേവാൻ കുറച്ച് സമയം എടുക്കും അല്ലേ? ചേട്ടാ, ചേച്ചി നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട്. ഇത് മിക്കവാറും ചേട്ടൻ പെടുന്ന ലക്ഷണം കാണുന്നു. ആദ്യം തന്നെ പറയുന്നത് എന്താന്ന് മരം ചീകി വെച്ചേക്കുന്ന പോലെ പഴം ചീകി വെച്ചേക്കണെന്ന് കഴിഞ്ഞു. നമുക്ക് നോക്കാം എന്തായാലും. അതെ, ചേച്ചി എന്താ പറയാൻ നോക്കാം. ചിലപ്പോ ഇതൊന്നും ശ്രദ്ധിക്കൂലായിരിക്കും. എല്ലാ ചേട്ടന്മാരും ഇത് തന്നെ അവസ്ഥ. ചേട്ടന്മാരും അടുക്കളയിൽ കയറൂലേ, പക്ഷെ ഇവർ ഉണ്ടാക്കുമ്പോ കറക്റ്റ് സാധനങ്ങളായിരിക്കും. മടിയാണ് ബേസിക്കലി. മടിയാണ്. അല്ല, പാത്രം കഴിയുമ്പോൾ വെക്കണ ഏറ്റവും വലിയ പണിയാണ്. ഞങ്ങൾ ജ്യൂസർ മേടിച്ചിട്ടുണ്ട്. ജ്യൂസർ മോളിൽ കെട്ടി വെച്ചേക്കണേ. എന്തിനാ പുരാവസ്ഥ വെച്ചേക്കണോ? ജ്യൂസ് അടിക്കാൻ മേടിച്ചാണ്. അത് കഴുകണാരി ഓർക്കുമ്പോഴേ ഭയങ്കര പാടാ. അങ്ങനെ ഒരു സൈഡ് എല്ലാവരുടെയും ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. സൈഡിലേക്ക് കിടക്കുന്നു. ഓക്കെ, ആദ്യത്തെ പഴംപൊരി റെഡി ആയിരിക്കുകയാണ്. എത്ര വർഷമായി ചേട്ടാ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്? 20 വർഷം. 20 വർഷമായി. അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? അറേഞ്ച് മാരേജ്. അറേഞ്ച് മാരേജ്. ചേട്ടാ ഇത് മതി, ധാരാളം. പിന്നെ ചേച്ചിക്ക് ഇതൊക്കെ തന്നെ ഒരിക്കലും ചേച്ചി പ്രതീക്ഷിച്ചിട്ടില്ല. ഒരെണ്ണൊക്കെയോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ സൗകര്യം പോലെ പൊരിച്ചാൽ മതി. നമുക്കിത് ചേച്ചിയെ കൊണ്ടുപോയി കാണിക്കണ്ടേ? അപ്പൊ ചേച്ചി കാണിക്കുമ്പോൾ ഇത് നല്ലൊരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ട് ചേട്ടാ സെറ്റ് ചെയ്ത്. പഴം റോസ്റ്റ് റെഡിയായി. സക്സസ്ഫുള്ളി അങ്ങനെ 6 എണ്ണം ചേട്ടൻ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ, നമ്മുടെ മെയിൻ ചടങ്ങിലേക്ക് കിടക്കാം. ഞെട്ടിക്കുമോ ഞെട്ടിക്കൂലേ? ഇപ്പൊ പറഞ്ഞു. ഞെട്ടും. ആ, അതൊന്ന് കാണാം. വാ. ചേച്ചി ഞെട്ടിക്കൂന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്നത്. ചേച്ചി ഞെട്ടൂന്ന്. ഞെട്ടിയോ? ഞെട്ടി. പക്ഷെ ഇതിലല്ല, വേറൊരു കാര്യം പറഞ്ഞത് ഞാൻ കേട്ടു. അതെന്ത്? കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്നാ പറഞ്ഞ? 20 അല്ലേ? 20 2 ഓഗസ്റ്റ് 30 വരുമ്പോ 16 വർഷം. ഓ മൈ ഗോഡ്! 4 വർഷങ്ങൾക്ക് മുമ്പ്, അതിന് 4 വർഷം മുമ്പ് നിങ്ങൾ കല്യാണം കഴിച്ചത്? സത്യം പറയണോ? ഞാൻ കുടുംബം കലക്കും. എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞായിരുന്നു. തെറ്റ് പറ്റിപ്പോയതാണ്. അത് മാപ്പ് ചോദിക്കും. അത് വളരെ തെറ്റാണ്. അത് ചേച്ചിക്ക് വിഷമമുണ്ടോ? പാവം ചേച്ചി. 16 വർഷമായിട്ടുള്ളൂ. 17 വർഷമായില്ലേ? 16. ഡേറ്റ് 9. ഏത് 9? 2009. 2009 അല്ല, മാസവും ദിവസവും. ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9. കുറച്ച് മുന്നേ പറഞ്ഞു. ഞാൻ അതെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നോക്കിയത്. ആ കുറച്ച് മുന്നേ പറഞ്ഞാൽ ഇപ്പൊ അത് മാത്രമാണ് കേട്ടത്. അത് 30 ആണോ 9 ആണോ? 2009 ഓഗസ്റ്റ് 30. ഇനി മാറുമോ? വർഷം 2009 തന്നെ. ഓക്കെ, ശരി, അതിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 16 വർഷമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എന്തായാലും അടുത്ത ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ 16 വർഷം മുമ്പ് സഞ്ചരിച്ചപ്പോൾ ചേച്ചിയെ പെണ്ണ് കാണാൻ ചേട്ടൻ വന്നില്ലേ? അതിവിടെ നേരെ തിരിച്ചു സംഭവിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ചേട്ടനെ ചെക്കൻ കാണാൻ ചേച്ചി വന്നിരിക്കുകയാണ്. അപ്പൊ ചേട്ടൻ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി കുറച്ച് പഴംപൊരിയുമായി ചേച്ചിയുടെ അടുത്തേക്ക് വരുന്നു. ഇതിൽ വീഴുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ചേച്ചി ടേസ്റ്റ് ചെയ്ത് ഇതുണ്ടല്ലോ, കണ്ടപ്പോ എനിക്ക് തോന്നിയില്ല ഉണക്കമീൻ പോലെ, പക്ഷെ ടേസ്റ്റ് സൂപ്പർ. ഒന്നും പറയാനില്ല. ലുക്കിലല്ല വർക്കിലാണ് കാര്യമാണ് ചേട്ടൻ തെളിയിച്ചിരിക്കുകയാണ്. അടിപൊളി. ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ചേച്ചി എത്ര മാർക്ക് കൊടുക്കും? 10 ൽ ഒരു 9 കൊടുക്കാം. കൺഗ്രാറ്റുലേഷൻസ്.
ഇതാണ് ഏറ്റവും വലിയ വിജയം. ചേട്ടൻ അവിടെ നിന്ന് എന്നെ ഞെട്ടിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് മാത്രമല്ല ചേട്ടൻ അറിഞ്ഞൂടാ ഓരോന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കേട്ടൊരു അറിവ് വെച്ച് അവിടെ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് പഴംപൊരി ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് സക്സസ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ സക്സസിന്റെ ഭാഗമാകാൻ ചേട്ടനും ആഗ്രഹമല്ലേ? ചേട്ടൻ ഇത് കഴിച്ചിട്ട് പറ ചേട്ടൻ എത്ര മാർക്ക് ചേട്ടൻ കൊടുക്കുന്നു എന്ന്. കൂടെ ഞാനും കഴിക്കട്ടെ. കരിഞ്ഞത് തന്നെ എടുക്കാം. 10 മാർക്കിന് കൊടുക്കാം. 9 മാർക്കിനുള്ളതുണ്ട്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ, സൂപ്പർ. നമ്മുടെ ചേട്ടൻ ആദ്യമായിട്ടാണ് പഴംപൊരി ഉണ്ടാക്കിയേക്കുന്നത്. ഇടയിൽ ചെറിയ ഒരു ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചു, കരിഞ്ഞുപോയി. സ്വാഭാവികം, ആദ്യമായിട്ടല്ലേ. അത് ചേച്ചി മാപ്പ് കൊടുത്തില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചേട്ടന്റെ ഭാഗങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ് ചേച്ചി? എന്താണ്? ഗെയിം. യെസ്, ചേച്ചി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പൊ ചേച്ചിക്ക് അറിയാം ഗെയിം കളിക്കണമെന്നും ഗെയിം കളിച്ചാൽ എന്താണ് നമുക്ക് സമ്മാനം തരാൻ പോകുന്നത്? ഡിന്നർ. യെസ്, അപ്പൊ ഡിന്നറിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കല്ലേ ചേച്ചി? പക്ഷേ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. ഇത്രയും നാള് നമ്മുടെ ഫൺ ഫാമിലിയിൽ കണ്ടിട്ടുള്ളത് ചേച്ചി ഒറ്റയ്ക്ക് പോയിട്ട് ഗെയിം കളിക്കുക എന്നുള്ളതാണ്. ഇപ്രാവശ്യം ചേട്ടൻ്റെ ഒരു ആഗ്രഹം, ചേട്ടനും ചേച്ചിയോട് ഗെയിം കളിക്കണമെന്ന്, ഇതേപോലെ കഴിവ് തെളിയിക്കണമെന്ന്. അപ്പൊ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് ഞാൻ തീരുമാനിച്ചു. വേണ്ടേ? ചേച്ചിക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, ചേട്ടനെ ഒഴിവാക്കാം. വേണ്ട, ശരി. അപ്പൊ എന്തായാലും ഇത്തവണത്തെ ഗെയിം എന്താണ്? ഗെയിം തോറ്റാല് എനിക്ക് ഒറ്റക്ക് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യ. ഓക്കെ, അത് നല്ലൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. എന്തായാലും ചേട്ടൻ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് ഗെയിം സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ 2 പേരും ഗെയിം റെഡി ആയി നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് 2 പേരും ഒരുമിച്ച് ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നത്. മറ്റേത് ഇപ്പോ ചേച്ചി ഗെയിമിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ ചേട്ടന് പറയാം, പക്ഷെ നീ എന്ത് പണിയെ കാണിച്ചു, ഞങ്ങളുടെ ട്രീറ്റ് നീ ആയിട്ട് കളഞ്ഞില്ലേ എന്ന് പറയാം. പക്ഷെ ഇപ്പൊ ചേട്ടനും അതിന് ഉത്തരവാദിയാണ്. ഗെയിം ജയിക്കണം എന്നുള്ളത് ചേട്ടന്റെ കൂടെ ആവശ്യമാണ്. അപ്പൊ ചേട്ടനും അതിനനുസരിച്ച് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, ഗെയിം എന്താണെന്ന് അറിയോ? ചേച്ചിക്ക് അറിയില്ലല്ലോ, പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ ഗെയിമിന്റെ പ്രോപ്പർട്ടി, മനസ്സിലായല്ലോ? ടിഷ്യൂ. അപ്പൊ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് ചേച്ചി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ മൊത്തം ഇത് വെച്ച് ചേച്ചി പൊതിയണം. നമ്മൾ പഴയ ഈജിപ്തിലൊക്കെ മമ്മീനെ കണ്ടിട്ടില്ലേ? അതിന്റെ കൂട്ട് ചേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ മൊത്തം വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പൊട്ടാതെ ചേട്ടനെ മമ്മി പോലെ ആക്കിയെടുക്കണം ചേച്ചി. അതിന് ഞങ്ങൾ അനുവദിച്ചിരിക്കുന്ന സമയം 1 മിനിറ്റ് ആണ്. അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടി വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പൊട്ടിക്കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആവും, പിന്നെ ഗെയിമേ ഇല്ല. മറ്റേത് ഒരു ചാൻസ് ഞങ്ങൾ തരുമായിരുന്നു, അതേ ഇല്ല. ഓക്കെ, ചേച്ചി ഐശ്വര്യമായിട്ട് ഇത് പിടിച്ചാലും ഒരു പൊക്കം കുറഞ്ഞ ആളെ കല്യാണം കഴിച്ചാൽ മതി. തലയിലൊക്കെ ചാടി. എനിക്കത് കാണാൻ കൊതിയ വന്നു. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചേച്ചി സ്പീഡിലാവട്ടെ. ചേച്ചി 30 സെക്കൻഡ് ആയിരിക്കേണ്ട. സ്പീഡപ്പ് സ്പീഡപ്പ്. ചേച്ചി 47. 50 സെക്കൻഡായി. 55. 4, 3, 2, 1. അയ്യോ, എനിക്ക് തല ഇറങ്ങണം. തല ഇറങ്ങണ്ട ചേച്ചി, മതി. സമയം കഴിഞ്ഞിരിക്കുകയാണ്. സാരമില്ല, പോട്ടെ ചേച്ചി. നമുക്ക് വേറെയും കുറെ സമ്മാനങ്ങളുണ്ട്. ചേട്ടൻ ഞാൻ ഒന്ന് ഫ്രീ ആക്കി കൊടുക്കട്ടെ? ആയിക്കോട്ടെ. ചേച്ചിക്ക് തന്നെ മനസ്സിലായി കാണും ഈ ഒരു ഗെയിമിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. നമുക്ക് എന്താ പറയാ, ചേച്ചി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഒന്നും കൂടെ ഫാസ്റ്റ് ആവണമായിരുന്നു എന്നൊരു സജഷൻ എനിക്ക് പറയണ്ടായി. പക്ഷെ ഞങ്ങളോട് വന്നത് കൊണ്ട് ചേട്ടനെയും ചേച്ചിയും വിഷമിപ്പിക്കില്ല. ഒരുപാട് കിടിലൻ സമ്മാനങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ്സ് ഒക്കെ എത്തിയിരിക്കുകയാണ്. ചേച്ചി സന്തോഷമായില്ലേ ഇതൊക്കെ കണ്ടപ്പോ? എന്തായാലും വെറും കൈയോടല്ല ഞങ്ങൾ വന്നേന്ന് മനസ്സിലായില്ലേ? പക്ഷേ ഇതൊക്കെ ചേച്ചിക്ക് തരണമെങ്കിൽ ചേച്ചിക്ക് ചെറിയൊരു ടാസ്കും കൂടെ ഉണ്ട്. ആ ടാസ്ക് സൂര്യ കോമഡി നമ്മുടെ ഗെയിമിന്റെ ഭാഗമല്ല, ഞങ്ങളുടെ ചേട്ടന്റെയും എന്റെയും പേഴ്സണൽ ആഗ്രഹമാണ്. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി നല്ല അടിപൊളി കലാകാരിയാണ്, നല്ല കിടിലായിട്ട് മോണാക്ട് ചെയ്യുന്നൊക്കെ. ശരിയല്ലേ? ചെറുതായിട്ട്. ചേച്ചി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ ഇപ്പോ? സ്കൂളിലൊക്കെ ചെയ്യുമായിരുന്നു, പിന്നെ ജോലിയായി അടുത്തായി അങ്ങനെ
അല്ല പഠിത്തായി ജോലിയായി മാറിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ അത് ചെയ്യാൻ ഞങ്ങളൊന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ശരിക്കും ചെയ്യാൻ പറ്റില്ല. പഴയ ഓർമ്മകൾ പുതുക്കാനായിട്ട് തീർച്ചയായിട്ടും. അടിപൊളി. ഏതെങ്കിലും സാധനം മനസ്സിൽ കിടപ്പുണ്ടോ? ഉണ്ട്. അങ്ങനെ കാച്ചു ചേച്ചി. നമസ്കാരം. 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന ദിവസം വേദവ്യാസൻ നൽകിയ ദിവ്യദൃഷ്ടി കൊണ്ട് തൻ്റെ 101 മക്കളും മരിച്ചു കിടക്കുന്ന ആ അതിദയനീയമായ കാഴ്ച കാണുന്നതിന് വേണ്ടി ഗാന്ധാരി ദേവി എത്തുന്നു. ഗാന്ധാരി വിലാപം. സുയോധനൻ പടക്കളത്തിൽ പടക്കുതിരയെ പോലെ പാഞ്ഞു നടന്നിരുന്ന എന്റെ പൊന്നോമന പുത്രനാണോ ഈ കിടക്കുന്നത്? കർണൻ, ജന്മനാ തന്നെ കവച കുണ്ടലങ്ങളുള്ള നീ അതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഈ കാഴ്ച അമ്മയ്ക്ക് സഹിക്കുന്നില്ല മക്കളെ. ദൈവമേ, ഭൂമിദേവിയുടെ മാറിലൂടെ ചോരപ്പുഴ ഒഴുകുന്നു. കൃഷ്ണ, ദുഷ്ടനാണോ നീ? കുടിലമാണോ നിന്റെ മനസ്സ്? ഈ കാഴ്ച കണ്ടാൽ കല്ല് പോലും അലിയില്ലേ കൃഷ്ണ? എന്നിട്ടും എന്തേ നിന്റെ മനസ്സ് മാത്രം അലിഞ്ഞില്ല? കൃഷ്ണ, എൻ്റെ മകൾ ദുശ്ശളയെ കണ്ടു. വിധവയാണവൾ. മരണപ്പെട്ട് കിടക്കുന്ന ഭർത്താവിൻ്റെ ശവശരീരത്തിൽ അലമുറയിട്ട് കരയുന്ന എൻ്റെ മകളുടെ കണ്ണുനീരിന് ഞാൻ എന്ത് മറുപടി പറയും എൻ്റെ കൃഷ്ണ? ഞാനും ഒരമ്മയല്ലേ. സംഗ്രാഹഭൂമിയിൽ സംഹാരരുദ്രിയെ പോലെ പിടഞ്ഞെഴുന്നേറ്റമ്മ ശ്രീകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി പ്രകാരം ശപിച്ചു. നിന്റെ യാദവംശം തമ്മിൽ തല്ലി നശിക്കട്ടെ. നിന്റെ സ്ത്രീകൾ ദുഃഖിതകളായി അവസാനിക്കട്ടെ. നീചമായ ചതിപ്രയോഗം മൂലം കൃഷ്ണ നീയും വധിക്കപ്പെടട്ടെ. നന്ദി, നമസ്കാരം. ഞെട്ടിപ്പിച്ച് കളഞ്ഞല്ലേ ചേച്ചി. ചേട്ടനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിപ്പിക്കാറുണ്ടോ? കണ്ണൊക്കെ ഉരുട്ടി പേടിപ്പിക്കാറുണ്ടോ? ഉണ്ടെന്നോ ഇല്ലാന്നോ? ആഹാ, പക്ഷെ എനിക്ക് ഇത് ക്യാമറയിലൂടെ എത്ര വിസിബിൾ ആയി എന്ന് അറിയില്ല. കണ്ണട വെച്ച കാരണം എനിക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കണ്ണൊക്കെ ഉരുണ്ട് വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഒരു ഇതായിരുന്നു. ചേച്ചി അടിപൊളിയായിരുന്നു, സൂപ്പർ. യെസ്, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മൈ ചോയ്സ് പുട്ടുപിടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു അടിപൊളി സമ്മാനം. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്. രുചിയുടെ കല രാസായിക വാക്വം ഫ്രൈഡ് ഹെൽത്തി സ്നാക്സിന്റെ നല്ലൊരു സമ്മാനം. റിച്ച് ഇൻ ന്യൂട്രീഷൻ സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റി സ്പൈസ് പുഡിംഗ് കേക്കിന്റെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ്. ഹാപ്പി ആയില്ലേ? എന്താ നിങ്ങൾ വന്നത്? ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി. നിങ്ങളും ഹാപ്പി ആയില്ലേ? തീർച്ചയായിട്ടും. ട്രീറ്റ് കിട്ടാത്തതിന് വിഷമമുണ്ട്? ഒരിക്കലുമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചെറുതായിട്ടൊരു വിഷമുള്ളിൽ കിടപ്പില്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റും. ഓക്കെ, സാരില്ല, കട്ടിച്ച് പിടിച്ച് പറയാണ്. ഇനിയിപ്പോ ഞാൻ ചോറ് അടുക്കളയിൽ കയറേണ്ടി വരും. ഇതല്ലേ മനസ്സിൽ പോയേക്കണത്? നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആർക്കെങ്കിലും, ഇപ്പൊ അയൽവാസി ആണെങ്കിൽ പോലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. It's me, Amin, signing off from My Choice Puttupudi and Spices Fun Family. Bye.